ചാകരയാണ് ചാകര പോയി നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വൈകുന്നേരം തൊട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് കമ്പം കിട്ടി. അപ്പോൾ ഞാനതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 4-5 കമ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ പിടിക്കില്ല, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആവശ്യത്തിനുള്ള എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് വിസിലടിച്ചതിന് ശേഷം ഞാൻ വന്ന് നോക്കി. അപ്പോൾ അത് ആയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് കമ്പം കഴിച്ച് മഴയും കണ്ടിരിക്കാം. അപ്പോൾ ഞാൻ വേവായ കമ്പമെല്ലാം കുക്കറിൽ നിന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നല്ല മനോഹരമായ കമ്പം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒന്നെടുത്ത് മുറ്റത്ത് പോയി മഴയും കണ്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അതിൽ നിന്ന് ഒന്നെടുത്ത് മുറ്റത്തേക്ക് ചെന്ന് മഴയും കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴേനും മഴ തീർന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇത് അടക്കയാണ് കേട്ടോ. ഹസ്ബൻഡിന് അടക്ക ബിസിനസ്സാണ്. കവുങ്ങും തോട്ടം പാട്ടത്തിനെടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഉണക്കാനിട്ടതായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തൊന്ന് നനഞ്ഞിട്ടുണ്ട്. അതിനിടെ കൂടെ കോഴികൾ അവരുടെ വിശപ്പും അടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കണ്ട് നിന്നപ്പോഴാണ് മോള് വിളിച്ചു പോകുന്നത്, ഉമ്മച്ചി ചാകര വന്നോ ചാകരാന്ന്. അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് റോട്ടിൽ വെള്ളം കയറി, അതിൻ്റെ കൂടെ മീനും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് പോയി കാണാം. അപ്പൊ ചാകര കാണാൻ വേണ്ടിയില്ല ഓട്ടത്തിലാണേ. ആ ഓടുന്നത് ഒന്ന് എൻ്റെ മോളും ഒന്ന് മൂത്തച്ഛൻ്റെ മോളുമാണ് കേട്ടോ. അപ്പൊ ചെന്നപ്പോ കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറെ എണ്ണം മീൻ വാരുന്നു, പിടിക്കുന്നു, കുപ്പിയിലാക്കുന്നു, ആകെ ജഗബക. സത്യത്തിൽ ഞാൻ വന്നപ്പോഴത്തേനും ചാകരയൊക്കെ തീർന്നു കേട്ടോ. അവര് മീൻ വന്ന ഉടനെ തന്നെ എന്നെ വിളിക്കാൻ മറന്നു പോയതാണ്. അവർ മീൻ കണ്ട സന്തോഷത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ ഒന്ന് വിളിക്കുന്നത് കേട്ടോ. പോകുന്ന ഒരു മീന്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനാണുള്ളത്. ഇത്ര വലുപ്പമുള്ള മീനുകളാട്ടോ കയറുന്നത്. ഒരാൾ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. എവിടെ മീന്? മുക്കിലും മൂലയിലൊക്കെ മീനാണേ. സ്വർണം തപ്പുന്ന പോലെയാണ് ഓരോരുത്തർ കിടന്ന് തപ്പുന്നത്. വീഡിയോയില് കാട്ടിട്ടുണ്ട്. എങ്ങനെ എങ്ങനെ മുറിയത്? എടാ കഴിഞ്ഞില്ലേ? ഇത്തിരി പൊടി പോലെ മീനിനെ കണ്ടിട്ടാണ് ഹലാക്കിന്റെ വലുപ്പമുള്ള സാധനം എന്ന് പറയുന്നത്. ചാകരയാണത്രേ. ചാകര പോയി നോക്കാം. ചാകര ഉണ്ടല്ലോ വലത്തോളി. സത്യം പറഞ്ഞ അവരുടെ മെയിൻ ഉദ്ദേശം മീൻ പിടിക്കൽ മാത്രമല്ല, വെള്ളത്തിൽ കളിക്കലും കൂടെയാണ്. അവിടെ കൈ കിട്ടാത്തത് കൊണ്ട് ഒരു തട്ടം വെച്ച് കോരി പിടിക്കാട്ടോ മീനിനെ.
ആ കോരിയ മീനും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ചാകര ഉണ്ടോന്ന്. എവിടെ മീൻ? കിട്ടി കിട്ടി. ചാകരയല്ലേ ചാകര. വെള്ളൊഴിക്ക് പൊട്ടന്മാരെ അതില്. പണ്ട് ഇതുപോലൊക്കെ ചെളി വെള്ളത്തിലും ചേറിലൊക്കെ ഇറങ്ങി മീൻ പിടിച്ചവർ എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കാണുമ്പോ പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടേ. കഴിഞ്ഞില്ലേ? അവിടെ തീർന്നിട്ടില്ല, അവിടെ കോരി പിടിക്കുക തന്നെയാണ്. ഇതേ ഇപ്പൊ ചാകരൊക്കെ വന്ന വഴിക്കന്നെ പോയിട്ടോ. അപ്പൊ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ. നേരത്തെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു, അപ്പൊ വെള്ളമൊക്കെ കേറിയെടുത്തുനിന്ന് ഇറങ്ങി തുടങ്ങി. ഇനി ഈ കിട്ടിയ മീനൊക്കെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് കിണറ്റിലേക്കാണ് കേട്ടോ. അപ്പൊ ഈ കിട്ടിയ മീനൊക്കെ പിടിച്ച് കിണറ്റിലിടാൻ പോവാണേ. അങ്ങനെ കിട്ടിയ മീനെല്ലാം പിടിച്ച് കിണറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റായി. ഇനി രാത്രിയിലെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. എൻ്റെ മക്കളും മുത്തച്ഛന്മാരുടെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ മുത്തച്ഛന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇത് കാണുന്ന എത്ര പേർക്ക് നോസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.